പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മ സംഘടനയിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് കണക്കുണ്ടെങ്കിൽ നേതൃത്വം മാറ്റണം, ഇങ്ങനെ പുതിയ ആൾക്കാർ വരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ കറക്റ്റല്ല, പുരുഷന്മാരിങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര സമരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് പുതിയതായിട്ടുണ്ടെങ്കിൽ ഭരണമാറ്റവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നുള്ള രീതിയിലാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പല ആക്ടേഴ്സും വന്നിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിൽ തന്നെ വരണമെന്നുള്ള പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ അൻസിബ ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി പ്രിയക്കെതിരെ. അതുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് വെളിയിൽ. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയക്കെതിരെ ഉണ്ടെങ്കിൽ കേസ് എടുക്കണമെന്നുള്ള രീതിയിലാണ് വിധി വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ലക്ഷ്മി പ്രിയയ്ക്ക് പണി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടെങ്കിൽ തെന്നി മാറി പോകുന്നത് അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ടിനി ടോമാണ്. ഇപ്പോൾ ടിനി ടോമിനെ കുറിച്ച് വലിയ സംസാരം കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് വരുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പരാതി എടുക്കണമെന്നൊക്കെ പറയുന്നത് 3-4 പേര് മാത്രമാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ശ്വേതാ മേനോനാണ്. രണ്ടാമത്തെ ഉണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയ. അത് കഴിഞ്ഞ് ലക്ഷ്മി പ്രിയയുടെ ഭർത്താവിൻ്റെ പേരും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, അവർക്ക് 3 പേർക്കും പണി കിട്ടിയെന്ന് പറയും. ഇപ്പോൾ ശ്വേതാ മേനോനുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇത് കണക്കുള്ള ഒരു പരാതി വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ലായിരുന്നു. പക്ഷേ അതിന് പകരം ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യാതെ അൻസിബയ്ക്കെതിരെ ഉണ്ടെങ്കിൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതോടെ തന്നെ ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനൊക്കെ ഒരു അവസരം ഉണ്ടായി. സോ അങ്ങനെ ഇരുത്തിയപ്പോഴത്തേക്ക് വേറൊരു വഴിയില്ലാതാണ് കോടതിയിൽ പോയത്. പക്ഷേ ഇത് ആലോചിക്കുമ്പോഴത്തേക്ക് അതിനേക്കാളുണ്ടെങ്കിൽ ഭയങ്കര വിഷമം അല്ലെങ്കിൽ ഭയങ്കരമുള്ള ഒരു അത്ഭുതവും തോന്നും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അനീതി നടക്കാതിരിക്കാനും വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഒരു പോലീസ് സ്റ്റേഷൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ബാക്കിയുള്ളവരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. നിരപരാധികളുണ്ടെങ്കിൽ ഉപദ്രവിക്കുന്നത് ഒരുപാട് കേസ് നമ്മൾ കാണുന്നതാണ്. അതുണ്ടെങ്കിൽ തെളിയിക്കണം, അല്ലെങ്കിൽ അവർ നിരപരാധികളാണെന്ന് പറയണമെങ്കിൽ ഇനി കോടതിയിൽ പോയി വർഷങ്ങളായിട്ട് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. കുറേ പേരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ മാക്സിമം അതിനുവേണ്ടി പോകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം ഇതിൻ്റെ പുറകെ നടക്കണം, ഒരുപാട് ചിലവുകളുണ്ട്. പിന്നെ ഇതേ കണക്ക് ഓഫീസേഴ്സിന് അല്ലെങ്കിൽ ഭയങ്കര മുതിർന്നവരെ പദവി ഇരിക്കുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊന്നും നിൽക്കാനും പറ്റത്തില്ല. അത് വേറൊരു കാര്യം. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും ഉണ്ടെങ്കിൽ കുറച്ച് 1-2 വർഷമൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ചിലരുണ്ടെങ്കിൽ മടുത്ത് നിർത്തുന്നതായിരിക്കും. ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഉള്ളൊരു പ്രൊസീജിയർ കാരണമാണ് മിക്ക ആൾക്കാരുണ്ടെങ്കിൽ പരാതിയായിട്ട് പോകാത്തത്. കാരണം ഒരുപാട് വർഷമുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ തന്നെ നടക്കേണ്ടി വരും. അതല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളൊന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പ്രശ്നമാണ്. പക്ഷേ അൻസിബയുടെ കേസ് നോക്കി കഴിഞ്ഞാൽ സാധാരണ രീതി ഒരുപാട് പേര് ഇത് വിട്ട് കളയാനൊക്കെ പറയുമായിരിക്കും. പക്ഷേ അൻസിബ അത് വിട്ട് കളഞ്ഞൊന്നുമില്ല. താനുണ്ടെങ്കിൽ ഇതിനു വേണ്ടി പോരാടും എന്നുള്ള രീതിയിൽ നിന്ന് അവസാനം വരെ നിന്നിപ്പോൾ ഉണ്ടെങ്കിൽ നീതി കിട്ടുന്നവരെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് അമ്മ സംഘടനയിൽ നിന്ന് വന്ന് ഇത് കണക്ക് അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻസിബ ചെയ്തതാണ് ശരി എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ടിനി ടോമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ടിനി ടോമാണ് ഇതിനെല്ലാം മെയിനായിട്ടുള്ള ഒരാൾ. വന്നിട്ട് ജിഹാദിയാണ് അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവറിനെ ഇത് കണക്ക് മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് അവിടെ ഉള്ളവരിനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ അൻസിബ പറയുന്നുണ്ടായിരുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അൻസിബയ്ക്ക് സപ്പോർട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അൻസിബ അതൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അൻസിബയ്ക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നെന്നുള്ള രീതിയിലായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതേ കണക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു ജിഹാദിയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെ സംഖ്യയാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരാളുടെ തലയിൽ ഒരു പട്ടം ചുമത്താൻ വേണ്ടി വളരെ ഈസിയാണ്. ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് പേര് അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് കണക്ക് ഇതെല്ലാം വിട്ടിട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതാണ് സാധ്യത. പക്ഷേ അൻസിബ ഉണ്ടെങ്കിൽ ആ കാര്യത്തിലുണ്ടെങ്കിൽ എതിരാണ് ചെയ്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാനുണ്ടെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ചെയ്യത്തുള്ളൂ. അതോടെ തന്നെ അതൊന്നും മിണ്ടാതിരിക്കത്തില്ല, ഞാനുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയുമെന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മ മീറ്റിംഗ് പോലും ഉണ്ടെങ്കിൽ തനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ അൻസിബ ചെയ്ത കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മി പ്രിയയുടെ കാര്യം ചെറിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ടെങ്കിൽ ഇത്രയും വലുതാക്കി ഭയങ്കര വഷളാക്കി താൻ അൻസിബ എന്തോ തൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുണ്ടെങ്കിൽ പോലീസുകാരും സപ്പോർട്ട് ചെയ്ത് ആ പെൺകുട്ടി അവിടെ ഇരുത്തി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അവിടെ തന്നെ നിൽക്കാതെ അതിനു വേണ്ടി പിന്നെയും പിന്തുടർന്ന് പോയി അതിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അൻസിബ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ശ്വേതാ മേനോനായിരുന്നാലും ശരി, അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരായിരുന്നാലും ശരി, അവരെല്ലാം താഴെ ഇറക്കിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശ്വേതാ മേനോൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശ്വേതാ മേനോനെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാതെ ഇല്ലാതായി. ഇതിനെല്ലാം മെയിൻ തുടക്കമെന്ന് പറയുന്ന ആ ഒരു കേസ് തൊട്ടാണ്. അതിലും
ഒരുപാട് പേരുണ്ടെങ്കിൽ നേരത്തെ തന്നെ അൻസിബയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു സംഘടന എന്ന് പറയുന്നത് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് തന്നെ. പക്ഷേ ഈ സംഘടനയിൽ നിന്ന് അങ്ങനത്തെ ഉള്ള ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അൻസിബ ഉണ്ടെങ്കിൽ വെളിയിൽ പോയിരിക്കുന്നത്. സോ ഇതിനെല്ലാം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ പദ്ധതി പോലെ അവിടെ ഉണ്ടായിരുന്ന ടെൻഡറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്കുണ്ടെങ്കിൽ മെഡിക്കലുള്ള രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഡർ പിടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ ലോ ആയിട്ട് കൗണ്ട് ചെയ്ത് പൈസ അടയ്ക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആരാണോ ടെൻഡർ പിടിക്കുന്നത് അവർക്കായിരുന്നു ഇതെല്ലാ കാര്യങ്ങളും. സോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുതിയ ആൾക്കാരെ വെളിയിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിനി ടോം കുറച്ച് പേരെ പ്രൊഡ്യൂസ് ചെയ്യുക, ഓരോരോ പരിപാടി പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള കമ്മിറ്റിക്കാർ അങ്ങനത്തെ ഉള്ള കുറേ പേര് ഇതിനകത്ത് വലിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുണ്ടെങ്കിൽ തടസ്സം പറഞ്ഞതുണ്ടെങ്കിൽ അൻസിബയായിരുന്നു. കാരണം അൻസിബ പറഞ്ഞത് കാര്യത്തിൽ ഒരു ന്യായമുണ്ട്. ഇത് കണക്കൊണ്ട് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് വേറെ ആൾക്കാർ വരും. അങ്ങനെ മതേതരമായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറുന്നതായിരിക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളുണ്ടെങ്കിൽ ഇതൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സിനിമാക്കാർക്ക് വേണ്ടി തുടങ്ങിയൊരു കാര്യമാണ്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഒന്നും ഇതിനകത്ത് കൊണ്ടുവരണ്ടെന്നുള്ള രീതിയിൽ അൻസിബ പറഞ്ഞ കറക്റ്റായുള്ള ഒരു കാര്യമാണ്. അന്ന് തുടങ്ങിയതാണ് തനിക്ക് ഇതേക്കത്തുള്ള പ്രശ്നമെന്നായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ആദ്യമേ ടിനി ടോം ആയിരുന്നു. തനിക്കെതിരെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, താനുണ്ടെങ്കിൽ പലരുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ താൻ ജിഹാദിയാണ്, പലരും മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, തൻ്റെ ഡ്രൈവറിനോട് വരെ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ പല കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും അൻസിബയെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊന്നും നിന്നേ അത് എതിർത്ത് തന്നെയാണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മിപ്രിയയുടെ കാര്യം, ലക്ഷ്മിപ്രിയ ഇത് കണക്ക് ദുബായിൽ പോയി അതിനെ കാര്യത്തെ ചോദ്യം ചെയ്യുന്നുള്ള രീതി പറഞ്ഞിട്ട് അത് തുടങ്ങി ഭർത്താവിന് ഡൗട്ടായി, അതിനെതിരെ കേസ്, മാനനഷ്ടത്തിൻ്റെ കേസ്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് പോയത്. പിന്നെ അൻസിബയെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അവിടെ ഉള്ളവരുണ്ടെങ്കിൽ അൻസിബയെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ കാര്യം എന്തോന്ന് അറിയാതെ പോലെ ഉണ്ടെങ്കിൽ ഇതേണൊക്കെ ലക്ഷ്മിപ്രിയയാണ് സപ്പോർട്ട് ചെയ്തത്. ഇതെല്ലാം സഹിച്ചിട്ട് പോലും ഉണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടാൻ വേണ്ടി കോടതിയിൽ പോവുകയോ എത്ര പേര് സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലയെന്ന് പോലും അൻസിബയ്ക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അതൊന്നും വിട്ടുകളയാതുണ്ടെങ്കിൽ താൻ എന്ത് നേരിടാൻ തയ്യാറാന്നുള്ള രീതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രശ്നം പറ്റിയത് മെയിനായിട്ടുണ്ടെങ്കിൽ അമ്മ സംഘടനയിൽ നല്ലൊരു ലീഡർഷിപ്പ് ഇല്ലാത്തതാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലത്തുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര പോലും പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത്രയും വഷളായിട്ടുള്ള കാര്യങ്ങളൊന്നും നേരത്തെ ഇല്ലായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പരിഹരിക്കാവുന്ന രീതിയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ആരും ഇല്ല. ഇത് കണക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാൽ ഉടനെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകുന്നവരായിരിക്കും ഉള്ളത്. ബാക്കിയുള്ള വരുന്നോ ഇല്ലയോ ഇനി എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു കാര്യങ്ങളും നോക്കുന്നില്ല. അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ലെന്നോ പറഞ്ഞ് ഇറങ്ങി പോകുന്നവരാണ് കൂടുതൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലർ തിരിച്ചു വരുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, പുതിയൊരു ലീഡർഷിപ്പിനുണ്ടെങ്കിൽ അമ്മ സംഘടനയിൽ ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ഇനിയും നടക്കും. ഒരുപാട് പേര് ഇതേ കണക്ക് തന്നെ പിന്നെ ബാധിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും.